നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ മാർക്കറ്റിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. പ്രതിദിനം 2 ടൺ മാലിന്യം സംസ്കരിക്കും. വെള്ളിയാമറ്റം പഞ്ചായത്ത് ശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ മൂലം ജനങ്ങളുടെ ഏക ആശ്രയമായ പാലം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ 1-ാം നിലയിലുള്ള പൊതു ടോയ്ലറ്റിലെ വെള്ളം വാർക്ക ചോർന്ന് താഴേക്ക് ഒഴുകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ജൈവമാലിന്യ സംസ്കരണത്തിന് വേണ്ടി തൊടുപുഴ നഗരസഭ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നായ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. പ്രതിദിനം 2 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേടായ പഴയ ബയോഗ്യാസ് പ്ലാന്റിന്റെ നവീകരണവും പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും വലിയ ജൈവമാലിന്യ സ്രോതസ്സായ മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഇവിടെ തന്നെ സംസ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പദ്ധതിയുടെ പ്രധാന നേട്ടം. മാലിന്യ സംസ്കരണം ലക്ഷ്യം വെച്ച് തൊടുപുഴ നഗരസഭ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ്. പ്രതിദിനം 2000 കിലോഗ്രാം മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. ഇതോടൊപ്പം കേടായ പ്ലാന്റ് നവീകരിക്കുന്ന ജോലിയും പൂർത്തിയായിട്ടുണ്ട്. 2 പ്ലാന്റുകളും ഒരേ സമയം പ്രവർത്തിക്കുന്നതോടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ മാലിന്യങ്ങളും സംസ്കരിക്കാൻ കഴിയും. ജൈവ മാലിന്യങ്ങളുടെ പ്രധാന സ്രോതസ്സായ മാർക്കറ്റിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ കഴിയുന്നത് വലിയ നേട്ടമാകും. 13 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാകുന്നത്. ഇതുവഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്യാസിന്റെ വിനിയോഗം സംബന്ധിച്ച തീരുമാനം പിന്നീട് കൈക്കൊള്ളുമെന്ന് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. പച്ചക്കറി മാർക്കറ്റിലെ പച്ചക്കറി അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം നടന്നു വരുന്നത്. അതിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. 2000 കിലോഗ്രാം വേസ്റ്റ് ഒരു ദിവസം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയാണ് ആ പ്ലാന്റിനുള്ളത്. ഇതിന് ഉദ്ദേശം 17 ലക്ഷം രൂപയോളം ചെലവഴിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻറ്റ് ഈ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പഴയ ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നത് പ്രവർത്തന രഹിതമായിട്ട് കിടന്നിരുന്നതാണ്. അതും നന്നാക്കി അതും കൂടി ഒന്നിച്ച് നന്നായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള പദ്ധതിയാണ് നഗരസഭ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഗ്യാസ് ഒന്നുകിൽ കടകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള വീടുകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് വൈദ്യുതിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള അന്തരീക്ഷവുമുണ്ട്. അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ 1500 കിലോ ദിവസേന പ്രോസസ്സ് ചെയ്യാവുന്ന മറ്റൊരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കി അവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാറക്കടവിൽ ഇതുപോലെ തന്നെ മറ്റൊരു 2000 കിലോയുടെ കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റ് നിർമ്മാണം ടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതും വൈകാതെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് തൊടുപുഴയിലെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് പാറക്കടവിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യാതെ ഈ പ്രദേശങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബയോഗ്യാസ് പ്ലാന്റ് അമിതമായ മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് മൂലമാണ് പ്രവർത്തനരഹിതമായത്. ഉപ്പുചാക്കുകൾ വരെ പ്ലാന്റിൽ ഇട്ടിരുന്നതായി കണ്ടെത്തിയിരുന്നു. കേടുവരാതിരിക്കുന്നതിന് പുതിയ പ്ലാന്റിന്റെ കാര്യത്തിൽ കൃത്യമായ മുൻകരുതലുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഒന്ന് അവിടെ നോക്കാൻ ആളില്ലായിരുന്നു, അതിന് ഉത്തരവാദിത്തക്കാരനില്ലായിരുന്നു. 2 അമിതമായിട്ട് അതിനകത്തേക്ക് ഈ മാലിന്യങ്ങൾ ഇടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ പാക്കഡായി. 1. രണ്ടാമത് ഇപ്പോൾ അതിനുണ്ടായിരുന്ന ഒരു ന്യൂനത എന്ന് പറയുന്നത് ഒരു പൾവനൈസർ എന്ന് പറയുന്ന ഒരു സെല്ലില്ലായിരുന്നു. ആ ഒരു യൂണിറ്റും കൂടെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സാധനത്തിനകത്ത് നമ്മളിത് വെട്ടി ഞുറുക്കി ഈ പൾവനൈസർ സെല്ലിനകത്ത് ഇത് ഇട്ടതിന് ശേഷം അവിടുന്ന് ഒരു പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഒറിജിനൽ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് സാധനം പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഴയതുപോലെ സ്റ്റക്കായി അത് നശിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകാതെ ഉള്ള മുൻകരുതലെടുത്തിട്ടുണ്ട് പുതിയ പ്ലാന്റിന്. ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനമാണ് ഇപ്പോഴത്തെ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. പാറക്കടവ് ഡംപിംഗ് യാർഡിൽ 2000 കിലോയുടെ ശേഷിയുള്ള ഒരു ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ പ്ലാന്റ് കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ജൈവമാലിന്യങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭാ അധികൃതർ. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ 1-ാം നിലയിലുള്ള പൊതു ടോയ്ലറ്റിലെ വെള്ളം വാർക്ക ചോർന്ന് താഴേക്ക് ഒഴുകുന്നു.
പൊതു ടോയ്ലറ്റിന് താഴെ വിള്ളലുകൾ വീണ ഇവയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ടൗൺ ഹാളിൽ വൈദ്യുതി എത്തിക്കുന്ന പാനലിലൂടെ മലിനജലം ഒഴുകിയിറങ്ങുന്നു. ഇതിൻ്റെ ലോഹ ആവരണം പൂർണ്ണമായി തുരുമ്പെടുത്ത നിലയിലാണ്. വർഷങ്ങളായി മലിനജലം താഴേക്ക് ഒഴുകുന്നുണ്ട് എങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ നാളിതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടായേക്കാമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാൾ ബിൽഡിങ്ങിൽ ഈ കെട്ടിടം നിർമ്മിച്ച അന്നു മുതൽ ഇന്നുവരെ മുകളിലുള്ള ബാത്റൂമെല്ലാം ചോർന്ന് താഴേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ ആളുകൾക്ക് കിടന്നിടക്കാൻ പോലും പാടില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കോൺക്രീറ്റിനകത്തിലൂടെ വെള്ളം കടന്ന് ഈ കെട്ടിടത്തിന് ദോഷം വരുന്ന രീതിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ഒരു അവസ്ഥ ഇവിടുത്തെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചൂണ്ടിക്കാട്ടിയിട്ടും നാളിതുവരെ യാതൊരു രീതിയിലുമുള്ള നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ ഫണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇത്തരത്തിലുള്ള ഒരു അവശ്യ കാര്യത്തെ നോക്കിക്കാണുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യമുണ്ട്. ഇവിടെ മുനിസിപ്പൽ കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തിക്കൊണ്ട് ഈ കെട്ടിടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സുഗമമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുമുള്ള അടിയന്തരമായ നിലപാട് മുനിസിപ്പൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട ഇവിടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. മാരിയിൽക്കടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടക്കുമ്പോൾ കാഞ്ഞിരമറ്റം നിവാസികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. കാഞ്ഞിരമറ്റത്തെ ഇടുക്കി റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മറുകരയെത്താൻ ഇപ്പോഴും കടത്തുവള്ളത്തെയാണ് കാഞ്ഞിരമറ്റം നിവാസികൾ ആശ്രയിക്കുന്നത്. 5.25 കോടി ചിലവിലാണ് നിർദ്ദിഷ്ട പാലം നിർമ്മിക്കുന്നത്. 90 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ഗതാഗത വികസന രംഗത്ത് വൻ കുതിപ്പാകുന്ന കാരിക്കോട് ചുങ്കം ബൈപ്പാസിന്റെ ഭാഗമായിട്ടാണ് നിർദ്ദിഷ്ട പാലം നിർമ്മിക്കുന്നത്. നാട്ടുകാർ ചേർന്ന് ഇവിടെ പാലം നിർമ്മാണ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിലർ TS രാജൻ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാണ്. കാഞ്ഞിരമറ്റം മാരീക്കലിങ്ക് പാലത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് 5 മണിക്ക് കാഞ്ഞിരമറ്റം ഉമാമഹേശ്വര ഹാളിൽ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇടുക്കി MP PT തോമസും നഗരസഭയുടെ ചെയർമാൻ TJ ജോസഫും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാഞ്ഞിരമറ്റംകാരുടെ ചിരകാല അഭിലാഷമായ ഈ പാലം 5,75,00,000 രൂപയാണ് വകകൊള്ളിച്ചിരിക്കുന്നത്. KSRTCയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന സെൻറ് മേരീസ് ഗ്രൂപ്പാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ടെൻഡർ ക്ഷണിച്ച് പണി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും വേഗം നിർമ്മാണം നാളെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ എത്രയും വേഗം ഇരുകരകളിലായി പാലത്തിൻ്റെ നിർമ്മാണം നടത്തുമെന്നാണ് കോൺട്രാക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം കൊണ്ട് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും കാരിക്കോട് ചുങ്കം ബൈപ്പാസ് നിർമ്മാണം അതോടൊപ്പം പൂർത്തീകരിച്ച് തൊടുപുഴയുടെ ഒരു വലിയ വികസനമാണ് കാഞ്ഞിരമറ്റം ഒളമറ്റം പാലത്തിൽ കൂടി നടക്കാൻ പോകുന്നത്. കാഞ്ഞിരമറ്റംകാരുടെ ഗ്രാമീണമായ ആ ഒരു അന്തരീക്ഷം മാറി പട്ടണത്തിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞിരമറ്റം മാറുന്ന ഒരു വലിയ വികസനം കാഞ്ഞിരമറ്റംകാർ സ്വപ്നം കാണുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ശുഭദിനമാണ് നാളെ വൈകിട്ട് ഈ അമ്പലം ജംഗ്ഷനിൽ നടക്കുന്ന ചടങ്ങിൽ കൂടി കാഞ്ഞിരമറ്റംകാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. വെള്ളിയാമറ്റം പഞ്ചായത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ മൂലം ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായ പാലം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുകയാണ്. വടക്കനാർ തോടിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് പന്നിമറ്റം വെള്ളിയാമറ്റം റോഡിലെ കറുത്തേക്കടവ് പാലത്തെ മഴക്കാലത്ത് വെള്ളത്തിൽ മുക്കുന്നത്. വെള്ളിയാമറ്റം പഞ്ചായത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ ഒരു പ്രദേശത്തെയാകെ ദുരിതത്തിലാഴ്ത്തുകയാണ്. വടക്കനാർ തോടിന് കുറുകെ പഞ്ചായത്ത് നിർമ്മിച്ച തടയണയാണ് ദുരിതം സൃഷ്ടിക്കുന്നത്. തടയണ വന്നതിന് ശേഷം വെള്ളിയാമറ്റം പന്നിമറ്റം റോഡിനെ ബന്ധിപ്പിക്കുന്ന കറുത്തേടത്ത് പാലം കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങുകയാണ്. ഇതോടെ കൈവരികളില്ലാത്ത പാലത്തിലൂടെയുള്ള യാത്ര അസാധ്യമാവും. 100 കണക്കിന് വാഹനങ്ങളും വെള്ളിയാമറ്റം ക്രൈസ്റ്റ് കിങ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും ഈ പാലം കടന്നാണ് പോകുന്നത്. മാത്രമല്ല താഴ്ന്ന പ്രദേശം വെള്ളത്തിൽ മുങ്ങി കൃഷിനാശവും പതിവായിട്ടുണ്ട്. 12ഓളം വീടുകളും ഒറ്റപ്പെടുകയാണ്. വേണ്ടത്ര പഠനം നടത്താതെ തടയണ നിർമ്മിച്ച പഞ്ചായത്ത് തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. ഈ ചപ്പാത്തി കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ജനങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ്.
ഇത് ഏറ്റവും ഞങ്ങൾക്ക് ഊർജ്ജമായിട്ടും തീർന്നിരിക്കുകയാണ്. എനിക്കും എൻ്റെ ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളം നിന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ പറമ്പും വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അവർ കൂടെ കാശുണ്ടാക്കി പോക്കറ്റ് പൊട്ടിക്കല്ലാണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. തടയണമെന്നോടുകൂടി വെള്ളം ഇപ്പോൾ നിലയിൽ ഇത്രയും കമ്പിച്ച് ഇനി വരുന്ന കൂടുതലായിട്ട് വരുന്ന വെള്ളം കൂടുതലായിട്ട് പൊങ്ങി വരുമ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുഞ്ഞു പിള്ളേരൊക്കെ ഇതിൽ കിടന്ന് പോകാൻ വലിയ പ്രയാസമായിട്ട് ഇവിടെ അതിപ്പോൾ 2 ദിവസം മഴ വന്നാൽ മൊത്തം കവിഞ്ഞു പോകുക. അത് കവിഞ്ഞ് വരുമ്പോൾ 3-4 ബൈക്ക് താഴെ പോയതാ. ഈ പാലത്തിൻ്റെ അടിയെല്ലാം പോയി കിടക്കുന്നതാണ് നിലകൾ. ഏത് പോയതാ എപ്പോഴും താഴെ പോകാൻ. ചെക്ക് ഡാമിൻ്റെ മറുവശത്തോടെ വെള്ളം കവിഞ്ഞ് അടുത്തുള്ള 2 വീട്ടുകാരുടെ പറമ്പിക്കടെ ആണ് വെള്ളം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവനെ കെട്ടിൻ്റെ 2 സൈഡ് കെട്ട് ഭീഷണിയാണ്. അവന് ചപ്പാത്തിന് 2 പാലം ഇതെല്ലാം ഭീഷണിയായിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മേളിലേക്കുള്ള എന്തോ ഒരു 10-12 വീട്ടുകാരുണ്ട്. അവരെല്ലാം വീട് പരിസരം വെള്ളം. അപ്പോൾ തന്നെ അവർക്ക് വീടിൻ്റെ മറുവശത്തിൽ കടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആലക്കോട് നാഗാർജുന OP വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ രോഗപരിശോധനാ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ CS കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശ്യാം കിഷോർ നേതൃത്വം നൽകി. ഈ പനി ഉണ്ടാകാതിരിക്കാനുള്ള അല്ലെങ്കിൽ വന്ന പനിയുടെ കാഠിന്യം കുറയ്ക്കാനും പനിക്ക് ശേഷമുള്ള ബുദ്ധിമുട്ടുകളുടെ കുറവ് വരുത്തുവാനും വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്നുകൾ നമ്മളിവിടെ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ പത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം, കോട്ടയം ജില്ലകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പനി ബാധിത പ്രദേശമായിട്ട് പേപ്പറുകളിലൊക്കെ കാണുന്നത്. പക്ഷേ നമ്മളുടെ അനുഭവത്തിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ റിപ്പോർട്ടുകളും വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ തൊടുപുഴ ഏരിയയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പനി ബാധിത പ്രദേശമായിട്ട് വന്നതെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയും. ഈ പനിയുടെ ഒക്കെ ആയിട്ട് പനി വന്ന മരണങ്ങളും ഇതൊക്കെ വളരെ കൂടുതലായിട്ട് ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആലക്കോട്, ചെലവ്, ഈ ഇഞ്ചിയാനി ആ ഭാഗങ്ങളിലായിട്ട് കൂടുതലുണ്ടെന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തും ഇപ്പോൾ കണക്കുകളൊക്കെ കാണിക്കുമ്പോൾ കൂടുതലായിട്ട് പല സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് വൃദ്ധനെ ഒരാഴ്ചയായി കാണുവാനില്ലെന്ന പരാതി. ചിറ്റൂർ കൊച്ചറക്കാട്ട് വീട്ടിൽ KR കൃഷ്ണൻ എന്ന 70-കാരനെയാണ് കാണാതായത്. കാണാതാകുമ്പോൾ മെറൂൺ ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചിരുന്നു. ഇരുനിറമാണ്. വിവരം ലഭിക്കുന്നവർ 9656443846 എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ജില്ലയിലെ റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും 2 ആഴ്ചയ്ക്കകം നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ T. ഭാസ്കരൻ അറിയിച്ചു. തൊടുപുഴ ജനമൈത്രി പോലീസും മുളമറ്റം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചേർന്ന് സൗജന്യ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തും. 23-ന് രാവിലെ 9 മുതൽ ഉറവപ്പാറ അംഗൻവാടിയിലാണ് ക്യാമ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മാർക്കറ്റിലെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക്. പ്രതിദിനം 2 ടൺ മാലിന്യം സംസ്കരിക്കും. വെള്ളിയാമറ്റം പഞ്ചായത്ത് ശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ മൂലം ജനങ്ങളുടെ ഏക ആശ്രയമായ പാലം മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്നു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ 1-ാം നിലയിലുള്ള പൊതു ടോയ്ലറ്റിലെ വെള്ളം വാർക്ക ചോർന്ന് താഴേക്ക് ഒഴുകുന്നു. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.